രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണ കേസിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കാൻ ഇടനിലക്കാരനുമുണ്ടായിരുന്നു എന്നാണ് വരുന്ന ആ വിവരം. ഗർഭഛിദ്രത്തിന് മരുന്നെത്തിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അടുപ്പക്കാരനായ യുവ വ്യവസായി എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അശാസ്ത്രീയമായ ഗർഭഛിദ്രം നടന്നത് 4-ാം മാസമാണ്. അത്തരം വിശദാംശങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അന്വേഷണ സംഘം രാവിലെ നമ്മൾ സംസാരിച്ചപ്പോൾ ഇതുതന്നെയാണ് പറഞ്ഞത്, പല സാഹചര്യ തെളിവുകളും സമാഹരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഈ ഇരകളാക്കപ്പെട്ടവരുടെ നേരിട്ട് പരാതിയില്ല എന്ന പ്രശ്നമുണ്ട്. അതുകൊണ്ട് നിയമോപദേശം തേടി മുന്നോട്ട് പോകാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം നിൽക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, നിരവധി സാഹചര്യ തെളിവുകൾ അന്വേഷണ സംഘത്തിന് സമാഹരിക്കാനായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു വിവരമാണിപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പിൽ ബിഗ് സ്ക്രീനിൽ ബിഗ് ബ്രേക്കിംഗ് ആയി നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഷീജ ഇതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ പങ്കുവെക്കാൻ ചേരുന്നു. ഷീജ, അന്വേഷണ സംഘം കണ്ടെത്തിയ വിവരങ്ങളിൽ ഇപ്പോൾ പുറത്തു വരുന്നത് എന്താണ്? ഇപ്പോൾ സൂചിപ്പിച്ച വിവരങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങൾ ഓരോന്നായി പറയും. തീർച്ചയായും ശരത്ത്, ഏതായാലും നിർണായക തെളിവുകൾ തന്നെയാണ് ക്രൈംബ്രാഞ്ചിന് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കാനായി ഒരു ഇടനിലക്കാരൻ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോണിൽ ഈ രീതിയിൽ ഗർഭചിത്രത്തിന് ഈ യുവതിയെ പ്രേരിപ്പിക്കുന്നതിന്റെ ശബ്ദരേഖയൊക്കെ നമ്മൾ കേട്ടതാണ്. അതിലിപ്പോൾ മറ്റൊരാൾക്ക് കൂടി, ഒരു ഇടനിലക്കാരന് കൂടി പങ്കുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഗർഭചിത്രത്തിന് മരുന്നെത്തിച്ചത് ഒരു യുവ വ്യവസായിയാണ്. ഈ യുവ വ്യവസായിയാണ് നിലവിൽ ഇത്തരത്തിലുള്ള ഈ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നതിന് രാഹുലിനൊപ്പം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഈ മരുന്നുകൾ കൃത്യമായ രീതിയിൽ വ്യവസായി കൈമാറിയിട്ടുണ്ട് എന്നുള്ളതും ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അശാസ്ത്രീയ ഗർഭചിത്രം അത് നടത്തിയത് 4-ാം മാസത്തിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ അതിന്റെ വിവരങ്ങളാണ് ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. രാഹുലിനൊപ്പം ഈ വ്യവസായിയും ഈ യുവതിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തലിൽ പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ വ്യവസായി യുവതിയെ ഫോണിൽ വിളിച്ചതിന്റെ തെളിവും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗർഭചിത്രം നടത്താൻ വ്യവസായി യുവതിയെ പലതവണ ഫോണിൽ വിളിച്ചു എന്നുള്ള ഫോൺ വിവരങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ പത്തനംതിട്ട സ്വദേശിയാണ് ഈ യുവ വ്യവസായി എന്ന് പറയുന്നത്. അതേസമയം തന്നെ ഈ വ്യവസായി ആയിരിക്കുമോ ഷീജ? ഇന്നലെ രാഹുൽ ഈശ്വറിൻ്റെ വീഡിയോ, പിന്നീട് അത് പ്രൈവറ്റാക്കി, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വക്കാലത്തെടുത്ത രാഹുൽ ഈശ്വറിൻ്റെ ഒരു വീഡിയോ ഇന്നലെ പുറത്തു വന്നു. അതിൽ രാഹുൽ മാങ്കൂട്ടം തന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുറിക്ക് ചോട്ടിൽ ഒരാൾ കാവല് കിടപ്പുണ്ട് എന്ന് പറഞ്ഞു. അത് ഈ വ്യവസായിയാണോ? അദ്ദേഹത്തെ ഇനി ആ യുവ വ്യവസായി അദ്ദേഹം തന്നെയാണോ എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. ഏതായാലും പത്തനംതിട്ട സ്വദേശിയാണ് ഈ യുവ വ്യവസായി എന്ന് പറയുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം ഉള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു യുവ വ്യവസായി തന്നെയാണ് ഇത് എന്നുള്ളതാണ് ഇപ്പോൾ വിവരങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഷാഫി രാഹുൽ അനുയായികളായിട്ടുള്ള കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകൾ ചോദിക്കുന്നത് തെളിവ് എവിടെ, പരാതി എവിടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ വരെ ഇവർ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട വലിയ വിവരങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പാകെ ഉണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. അതാണ് ഒരു പിടിവള്ളിയായി ഈ വിഷയത്തിൽ അവർ കാണുന്നത്. പക്ഷേ ഇപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള വിവരങ്ങൾ കൂടുതൽ, അതുമായി ബന്ധപ്പെട്ട സാഹചര്യ തെളിവുകൾ, അനുബന്ധ വിവരങ്ങളൊക്കെ സമാഹരിക്കാൻ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നാണോ? ഇപ്പോൾ പെൺകുട്ടികളുടെ പരാതി വന്നിട്ടില്ല, പക്ഷേ ഗർഭഛിദ്രം നിർബന്ധിച്ച് നടപ്പാക്കി, അതുമായി ബന്ധപ്പെട്ട ഭീഷണികൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ശബ്ദരേഖയിലൂടെ വന്ന കാര്യങ്ങളാണ്. അങ്ങനെ ആ ശബ്ദരേഖയും വെച്ച് അന്വേഷണ സംഘം മുന്നോട്ട് പോകുമ്പോൾ ഷീജ, ഈ പറഞ്ഞ ഓരോ കാര്യങ്ങൾ, ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു, അത് നടപ്പാക്കി, ഒന്ന് കേരളത്തിന് പുറത്തൊരു ആശുപത്രിയിൽ, മറ്റൊന്ന് കേരളത്തിൽ തന്നെ എന്ന് പറയുന്നു, അശാസ്ത്രീയമായ ഡോക്ടറുടെ സാന്നിധ്യമില്ലാത്ത തരത്തിലുള്ള ഗർഭഛിദ്രം നടന്നു. ഇതെല്ലാം പരാതിയില്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിവരങ്ങൾ, രേഖകൾ, ഒരുപക്ഷെ CCTV ദൃശ്യങ്ങൾ, ഇതൊക്കെ അന്വേഷണ സംഘത്തിന്, കാരണം ഈ ആളുകളുടെയൊക്കെ ഉള്ള ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകളുടെ വരവും പോക്കിൻ്റെയൊക്കെ CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ അന്വേഷണ സംഘത്തിന്? വിവരങ്ങൾ കൃത്യമായ രീതിയിൽ അന്വേഷണ സംഘം ശേഖരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഇത്തരത്തിൽ ഗർഭചിത്രത്തിന് യുവതിയെ നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണം അത് പുറത്തു വന്നിരുന്നു. അതിന്റെ ശാസ്ത്രീയ പരിശോധന അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് യുവനടിയിൽ നിന്നും കഴിഞ്ഞ ദിവസം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുവനടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം, ഈ പെൺകുട്ടികൾ ആരും തന്നെ പരാതി നൽകാൻ
മുന്നോട്ട് വരാത്ത ഒരു സാഹചര്യം, അവരെ പല തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിക്കുന്ന അനുയായികളും ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഒക്കെ നിലനിന്നിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ യുവതിയുടെ മൊഴി തന്നെ ഒരു പരാതിയായി പരിഗണിക്കാൻ സാധിക്കുമോ എന്നുള്ളതിലുള്ള നിയമോപദേശം തേടിയിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ടുള്ള ഒരു നിയമോപദേശം ലഭിക്കുന്ന മുറയ്ക്ക് അതിലുള്ള തുടർ നടപടി ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഷീജ പറഞ്ഞ പോലെ ഇപ്പോൾ ഗർഭഛിദ്രത്തിന് രാഹുൽ മാങ്കൂട്ടം നിർബന്ധിക്കുന്ന ശബ്ദരേഖ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ പൊതുസമൂഹത്തിന് മുമ്പാകെ വന്നതാണ്. അത് സ്വാഭാവികമായും ആ ശബ്ദരേഖകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അന്വേഷണ സംഘം വിധേയമാക്കിയിട്ടുണ്ടാകാം. ഒരു കാര്യം. രണ്ട്, ഈ ശബ്ദരേഖയിൽ പറയുന്നത് പോലെ ഗർഭഛിദ്രം നടന്നിട്ടുണ്ടോ, നിർബന്ധിക്കുന്നതൊക്കെ ആ ശബ്ദരേഖയിലുണ്ടല്ലോ. അപ്പോൾ അതിന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സഹായിയായി ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളതാണോ ഈ പറയുന്ന ഇടനിലക്കാരനായി നിന്നിട്ടുള്ള ഈ പത്തനംതിട്ടക്കാരനായ യുവ വ്യവസായി? അയാൾ രാഹുൽ മാങ്കൂട്ടത്തെ പോലെ തന്നെ ഇതിന് പ്രേരിപ്പിച്ചു എന്നാണോ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്? അതുപോലെ തന്നെ അതിന് വേണ്ടി മരുന്നെത്തിച്ചത് ഇയാളാണ് എന്നാണോ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുള്ളത്? അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരം മരുന്നുകളാണ് ഇയാൾ കൈമാറിയത് എന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിട്ടുണ്ട് എന്നാണോ കരുതേണ്ടത്? അങ്ങനെ അശാസ്ത്രീയമായൊരു ഗർഭഛിദ്രം ഈ രൂപത്തിൽ നടപ്പാക്കിയെടുക്കുകയായിരുന്നോ? ഈ കാര്യങ്ങളിലാണോ അന്വേഷണ സംഘത്തിനൊരു വ്യക്തതയുള്ളത്? തീർച്ചയായും ശരത്ത്, ഈ കാര്യങ്ങളിൽ അന്വേഷണ സംഘത്തിന് കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ അശാസ്ത്രീയമായിട്ടുള്ള ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടി 2 ഗുളികകൾ ഈ വ്യവസായി കൈമാറിയിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള തെളിവ് നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വ്യവസായി നടത്തിയ ഫോൺ സംഭാഷണം, ഈ യുവതിയെ ഫോണിൽ വിളിച്ചതിന്റെ തെളിവും ക്രൈംബ്രാഞ്ച് കൃത്യമായ രീതിയിൽ ശേഖരിച്ചിട്ടുണ്ട്. പലതവണ യുവ വ്യവസായി ഗർഭചിത്രം നടത്തുവാൻ വേണ്ടി യുവതിയെ പലതവണ ഫോണിൽ വിളിച്ചു എന്നുള്ളൊരു കണ്ടെത്തൽ, അത് ഇതിൽ ഏറ്റവും നിർണായകമാകും എന്നുള്ളതിൽ സംശയമില്ല. അത്തരത്തിൽ ഫോൺ രേഖകൾ കൂടി കൃത്യമായ രീതിയിൽ അതിന്റെ ഒരു തെളിവായി എടുത്തുകൊണ്ട് തന്നെയാണ്, അത്തരത്തിലുള്ള പരിശോധനകളൊക്കെ നടത്തിക്കൊണ്ട് തന്നെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ശരത്ത്, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കൂടുതൽ കൈവിട്ടു പോകുന്നു എന്നൊരു ഘട്ടത്തിലാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കാൻ വേണ്ടി രാഹുൽ ഈശ്വർ ഇറക്കിയ ഒരു വീഡിയോ ഉണ്ട്. അത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറി. പക്ഷെ പിന്നീട് അത് കാണാനില്ല. ഷീജ, അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കാൻ വേണ്ടി രാഹുൽ ഈശ്വർ വലിയ ശ്രമം നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അത് നമുക്ക് നേരത്തെ തന്നെ രാഹുൽ ഈശ്വറിന്റെ പോസ്റ്റുകളൊക്കെ കണ്ടാൽ, അല്ലെങ്കിൽ ടെലിവിഷൻ ചർച്ചകളിലൊക്കെ രാഹുലിനെ ന്യായീകരിച്ച് രംഗത്ത് വരുന്നത് രാഹുൽ ഈശ്വർ ആയിരുന്നു. അതിന്റെ തുടർച്ച എന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം ഞാൻ രാഹുൽ മാങ്കൂട്ടവുമായി ഫോണിൽ സംസാരിച്ചു എന്ന് പറഞ്ഞ് ഇത്തരത്തിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അതിൽ പറയുന്നു, ഇങ്ങനെ രാഹുൽ വലിയ മാനസിക സമ്മർദ്ദത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത്. ഒരു റൂമിന് പുറത്ത് ഒരാൾ കാവലിരിക്കുന്ന രീതിയിലാണ് അയാൾ ജീവിച്ചു പോകുന്നത്. ഡിപ്രഷനുള്ള മരുന്ന് കഴിക്കുന്നു. അങ്ങനെ രാഹുലിന്റെ ഒരു അനുകൂലമാക്കി കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ നീക്കം രാഹുൽ ഈശ്വർ നടത്തിയിരുന്നു. പക്ഷെ അത് വലിയ തോതിൽ തിരിച്ചടിച്ചു. കാരണം തിരുവോണ ദിവസവും ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിരുന്നപ്പോൾ രാഹുലിനെ അനുകൂലമാക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടന്നപ്പോൾ വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസവും സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള തിരിച്ചടി, വലിയ തോതിലുള്ള അസഭ്യ വർഷമൊക്കെ രാഹുൽ ഈശ്വർ നേരിടേണ്ടി വന്നൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ ആ ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കി അദ്ദേഹം മാറ്റിയിരിക്കുന്നത്. പബ്ലിക് എന്നുള്ളൊരു ഓപ്ഷൻ മാറ്റി ഇപ്പോൾ പ്രൈവറ്റ് ആക്കിയിരിക്കുകയാണ്. ശരത്, ശരി, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഷീജ ഇപ്പോൾ പങ്കുവച്ചത്. അന്വേഷണ സംഘം കണ്ടെത്തിയ വളരെ സുപ്രധാനമായ വിവരങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു യുവ വ്യവസായി, പത്തനംതിട്ടക്കാരനായിട്ടുള്ള യുവ വ്യവസായിയും ഇപ്പോൾ ശബ്ദരേഖയിലൂടെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന രാഹുലിൻ്റെ ആ ശബ്ദരേഖയൊക്കെ മുൻപ് തന്നെ പുറത്തു മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ളതാണ്. അതേ തുടർന്നൊക്കെയാണ് കേസും അന്വേഷണ സംഘവും ഒക്കെ വന്നിട്ടുള്ളത്. ആ അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിവരങ്ങൾ പുതുതായി കണ്ടെത്തിയിരിക്കുന്നു. ഇതിന് രാഹുലിനെ പോലെ തന്നെ ആ യുവതിയെ, ആ സ്ത്രീകളെ നിർബന്ധിക്കുന്ന ആളായി ഈ ഇടനിലക്കാരനായി ഈ വ്യവസായി ഉണ്ടായിരുന്നു. അതിന് മരുന്നെത്തിച്ചു. അശാസ്ത്രീയമായി ഗർഭഛിദ്രം ആ വിധത്തിൽ നടപ്പാക്കി എന്ന് പറയപ്പെടുന്നു. അതുപോലെ ഇതിന് നിരവധി തവണ വിളിക്കുന്നതിൻ്റെ രേഖകളും മറ്റും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങളുമൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ആഴ്ചകളായി, ഏതാണ്ട് ഒരു മാസത്തിലേറെയായി പാലക്കാട് MLA മണ്ഡലത്തിലേക്ക് പോലും പോകാനാവാതെ അടൂരിലെ വീട്ടിനുള്ളിൽ കഴിയുന്ന സാഹചര്യമാണ്.
പക്ഷേ അപ്പോഴും കോൺഗ്രസിൽ ഒരു വിഭാഗം കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകൾ ഷാഫി രാഹുൽ പക്ഷത്ത് നിന്നുകൊണ്ട് കോൺഗ്രസ് നേതാക്കളെ വലിയ തോതിൽ ആക്ഷേപിക്കുന്നുണ്ട്. വളരെ ശക്തമായി ചോദിക്കുന്നു, എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പാർട്ടി നടപടിയെടുത്തത് എന്ന് ചോദിക്കുന്ന നിലയുണ്ട്. ആ തീരുമാനത്തെ വെല്ലുവിളിക്കുന്നുണ്ട് എന്ന നിലയിൽ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ തങ്ങൾ എന്തുകൊണ്ട് നടപടിയെടുത്തു എന്ന് മിനിമം കോൺഗ്രസ് പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ, ഏതൊക്കെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത്, പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന് മുമ്പ് എന്ത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, വ്യക്തമായ ബോധ്യത്തിൻ്റെയും പരാതികളുടെയും വ്യക്തമായ ധാരണയുടെയും അടിസ്ഥാനത്തിലാണോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആ ബോധ്യമുണ്ടല്ലോ, ആ ബോധ്യം എന്താണ് എന്ന് പ്രതിപക്ഷ നേതാവും KPCCയും കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസ് പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ, വിശദീകരിക്കാൻ നിർബന്ധിതരായിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. അതിന് അവർ തയ്യാറാകുമോ എന്നതും അറിയേണ്ടതുണ്ട്. ഏതായാലും അന്വേഷണം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട പല വിവരങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു.